ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സ് ഉപയോഗിച്ച് പ്രത്യേകിച്ച് കോബറിന്റെ ക്രെഡിറ്റ് കാർഡ്, അതായത് ആമസോൺ, ICICI കാർഡ്, ഫ്ലിപ്കാർട്ട്, ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ വെച്ച് നിങ്ങൾ വാലറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് റീലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് വാലറ്റിലേക്ക് റീലോഡ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ആമസോൺ, ICICI കാർഡ് തന്നെ ആമസോൺ വാലറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ വർഷം ആഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ കാർഡ് ബ്ലോക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ആക്ച്വലി അത് ഓട്ടോമാറ്റിക് ആയിട്ട് ബ്ലോക്ക് ആവുന്നതാണ്. അത് വെച്ചാൽ സെക്യൂരിറ്റി പർപ്പസ് ആയിട്ട് സാധനം വിത്ത് ഹെൽഡ് ആവും, കാർഡ് ടെമ്പറലി ബ്ലോക്ക് ആവും. പിന്നെ നമ്മൾ ICICI ബാങ്കിന്റെ കസ്റ്റമർ കെയറിനെ വിളിച്ചിട്ട് നമ്മളത് വെരിഫൈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ അൺലോക്ക് ചെയ്യേണ്ടി വരും. ഇതേപോലത്തെ സംഭവം തന്നെ ഞാൻ ആക്ച്വലി എനിക്കൊരു ഫ്ലിപ്കാർട്ടിലത്തെ വാലറ്റിലേക്ക്, അതായത് ഫ്ലിപ്കാർട്ടിന്റെ നമ്മുടെ ഗിഫ്റ്റ് കാർഡ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എടുക്കാൻ നോക്കിയപ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. SBI കാർഡ് ഉപയോഗിച്ചാണ് ചെയ്യാൻ നോക്കിയത്. എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ കാർഡ് ബ്ലോക്കായി. അതായത് ഞാൻ ആക്ച്വലി ഒരു 1000 രൂപയുടെ വോച്ചർ സംഭവം അത് വാങ്ങിക്കാൻ ട്രൈ നോക്കിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ വെച്ചാൽ കുറെ പേര് പറയണ്ടെന്ന് അത് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആക്ച്വലി എന്റെ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ട്രൈ നോക്കിയത്. ആക്ച്വലി അതിന്റെ OTP വന്നിട്ട് അടിച്ചു കൊടുക്കുന്നതും മെസ്സേജ് വരലും ഒരുമിച്ചായിരുന്നു. എന്ന് വെച്ചാൽ യുവർ കാർഡ് ഹാസ് ബീൻ ബ്ലോക്ക് സെക്യൂരിറ്റി പർപ്പസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കാർഡ് വിത്ത് ഹോൾഡ് ചെയ്തു പറഞ്ഞിട്ടൊക്കെ മെസ്സേജും ഇമെയിലും സംഭവങ്ങളൊക്കെ വന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ആക്ച്വലി അവരെ കോൺടാക്ട് ചെയ്തു. നിങ്ങൾക്ക് അറിയാം SBIയുടെ കസ്റ്റമർ കെയറിനൊക്കെ കോൺടാക്ട് ചെയ്യാനും ICICI ബാങ്ക് ആയാലും സെയിം തന്നെയാണ്. നമുക്ക് ഡയറക്റ്റ് അവരുടെ കസ്റ്റമർ കെയറിന്റെ എക്സിക്യൂട്ടീവിന് കിട്ടണം. എന്നിട്ട് നമുക്ക് വെരിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ശേഷമാണ് നമുക്ക് ആക്ച്വലി അൺലോക്ക് ചെയ്ത് തരുള്ളൂ. അപ്പോൾ ചില SBIയുടെയും ICICI ബാങ്കിന്റെ ഒക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാ ടൈമിലൊന്നും കറക്റ്റായിട്ടൊന്നും കിട്ടില്ല. എനിക്ക് ആക്ച്വലി ആ സമയത്ത് എന്തോ ഭാഗ്യത്തിനും കിട്ടി, കറക്റ്റായിട്ട് മലയാളം കസ്റ്റമർ കെയർ അടക്കം കിട്ടി. അപ്പം നമുക്ക് അന്ന് ഈസി ആയിട്ട് തന്നെ പറ്റിപ്പോയി. പിന്നെ അതിനുശേഷം ഞാൻ ആക്ച്വലി വാലറ്റ് റീലോഡിംഗ് ഒന്നും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നോക്കിയിട്ടില്ല. Paytm വാലറ്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. പക്ഷേ Paytm വാലറ്റ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇപ്പോൾ സംഭവം അടിച്ചു പോയല്ലോ. അപ്പോൾ നിങ്ങൾ വാലറ്റിലേക്ക് റീലോഡ് ചെയ്തിട്ട് കുറെ പേര് ചെയ്യാറുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ആമസോണിലെ വാലറ്റും അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ ഗിഫ്റ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് മൾട്ടിപ്പിൾ കാർഡ്സ് ഉപയോഗിച്ച് ആഡ് ചെയ്തിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്ന പരിപാടി ഉണ്ട്. അപ്പോൾ അതിൽ ചെറിയ എമൗണ്ട് ആഡ് ചെയ്തിട്ടേ, അപ്പൊ അങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ സൂക്ഷിച്ചോളാം. എന്ന് വെച്ചാൽ കാർഡ് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നിങ്ങൾ അതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. എന്താ വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ BOB കാർഡൊക്കെ ബ്ലോക്ക് ആയി കഴിഞ്ഞ് ഇവരെ കസ്റ്റമർ കെയറിന് കിട്ടാൻ ഒരു രക്ഷയില്ല. ചിലപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, കുറെ കാലം നമുക്ക് ട്രൈ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കുറെ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ Amex കാർഡാണെങ്കിൽ പോട്ടെ, Amex കാർഡിന്റെ കസ്റ്റമർ കെയർക്ക് ഇടലാണ്. അപ്പൊ പിന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ കിട്ടും. പക്ഷെ ബാക്കിയുള്ളതൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇപ്പൊ SBI കാർഡ് ആയിക്കോട്ടെ, ICICI, ഞാൻ പറഞ്ഞില്ലേ ആമസോൺ ICICI കാർഡ് ആയിട്ട് പോലും ആമസോൺ വാലറ്റിൽ ആഡ് ചെയ്തിട്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. എന്നുവെച്ചാൽ അവര് പറയുന്നത് ഇത് ബിസിനസ് പർപ്പസ് യൂസിനായിട്ടാണ് വരുന്നത്, എന്നാലാണ് ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വാലറ്റ് ലോഡിങ് പണിക്കുന്ന പോകാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളത് അൺബ്ലോക്ക് ചെയ്യാൻ നിൽക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ജസ്റ്റ് സംഭവം ഈസിയാണ്. എന്ന് വെച്ചാൽ അവരുടെ കസ്റ്റമർ കെയറിനെ വിളിക്കുക, അവർ നമ്മളോട് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മൾ അപ്ലൈ ചെയ്ത സമയത്ത് കുറച്ച് ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞാൽ അവർ അൺബ്ലോക്ക് ചെയ്ത് തരും. പക്ഷേ ഇത് കസ്റ്റമർ കെയർ ഡയറക്റ്റ് എക്സിക്യൂട്ടീവിനെ കിട്ടണം, മാനുവൽ ആയിട്ടുള്ള എക്സിക്യൂട്ടീവിനെ കിട്ടണം, എന്നാലും നമുക്ക് അത് അൺബ്ലോക്ക് ആവുള്ളൂ. ഓട്ടോമാറ്റിക് ടോൾ ഫ്രീ നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ SBI ആയിക്കോട്ടെ, ICICI ബാങ്ക് ആയിക്കോട്ടെ, ആക്സിസ് ആയിക്കോട്ടെ, ഏതായാലും ഇവരുടെ ഡയറക്റ്റ് എക്സിക്യൂട്ടീവിന് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര കാലം ചിലപ്പോൾ കാർഡ് ഉപയോഗിക്കാൻ പറ്റാണ്ടിരിക്കേണ്ടി വരും. അങ്ങനെ കുറെ ഇഷ്യൂസ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാലറ്റ് റീലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കാട്ടാ. പ്രത്യേകിച്ച് നിങ്ങൾ മെയിൻലി യൂസ് ചെയ്യുന്ന കാർഡ് ഉപയോഗിച്ചൊന്നും ചെയ്യാൻ നോക്കണ്ട. ചിലപ്പോൾ ആദ്യത്തെ ഒരു ട്രാൻസാക്ഷൻ സക്സസ് ആവും, അടുത്തതിൽ ബ്ലോക്ക് ആവും. അങ്ങനെ കുറെ സംഭവങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ തന്നെ ബ്ലോക്ക് ആയി. പക്ഷേ ആമസോണിൽ എൻ്റെ ഫ്രണ്ട് നോക്കിയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കറക്റ്റായി, രണ്ടാമത്തെ പ്രാവശ്യം നോക്കിയപ്പോൾ ബ്ലോക്ക് ആയി. ഇതൊക്കെ ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആവുന്നതാണ്, സോഫ്റ്റ്വെയർ ബേസ്ഡ്. അപ്പോൾ വാലറ്റ് റീലോഡിങ് സൂക്ഷിച്ച് ചെയ്യാൻ മറക്കണ്ട കേട്ടാ. അപ്പൊ ഇതൊന്നും അറിയിക്കാനും വന്നത് കുറെ പേര് ഇതുപോലെ ചെയ്തിട്ട് ചെയ്യുന്ന പല പരിപാടി ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടം പോലെ കമന്റ്സ് വരുന്നതാണ്. നമുക്ക് ഫ്ലിപ്കാർട്ട് വാലറ്റിൽ ആഡ് ചെയ്തിട്ട് ബാക്കി കൊണ്ട് വേറെ സംഭവം ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്ടം പോലെ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് പറയാൻ മെയിൻ കാരണം കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും മാത്രമേ കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റും കൊടുക്കുന്നതാണ്. നമ്മുടെ പുതിയ ചാനൽ GHH വേൾഡ് നിങ്ങൾക്ക് സന്ദർശിക്കാം. നമ്മളതിൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നത്, ഫൈനാൻഷ്യൽ ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും സംഭവമൊക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും, നോർമലിനെക്കാട്ടും ഈസി ആയിട്ട് തന്നെ വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണെന്ന് വെച്ചാൽ നമ്മുടെ റെഫറൽ ലിങ്ക് ആണ് സെറ്റപ്പിന്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ajmd.banksupport.in എന്ന വെബ്സൈറ്റ് ആണ്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സിബിൽ സ്കോർ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. എല്ലാ ക്രെഡിറ്റ് കാർഡ്സുകളും പേഴ്സണൽ ലോൺസ് എല്ലാം നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് അതിൽ കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും എലിജിബിലിറ്റി സംഭവമൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ചെയ്യും. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ലിങ്കും സംഭവങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അടുത്ത കാണാം.